ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേബി ക്രോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേന ഉപയോഗിച്ചിട്ട് നല്ലൊരു ഫ്രൈയാണ്, നല്ല കിടിലൻ ചേന ഫ്രൈ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അളിയാ കൂടെ ഉണ്ടാവണേ. ശേഷം നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു പണിയുടെ ബാക്കിയുണ്ട്. അതാണ് ഇതിന് ഒരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുളകും ഉപ്പും ഒക്കെ നല്ലപോലെ പിടിക്കുന്നത് പോലെ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂർ നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് 2 സവാളയും 2 തക്കാളിയും കൂടെ ഇതുപോലെ ഇച്ചിരി വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. തക്കാളിയും കൂടെ ഇതേപോലെ വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. ഇനി ഈ അടുപ്പൊന്ന് കത്തിച്ചെടുക്കണം. അടുപ്പൊക്കെ നല്ലപോലെ കത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാൻ കഴിഞ്ഞിട്ട് 2 തുണ്ട് കറിവേപ്പിലയും അതുപോലെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചേന നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചേന നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് കനം നല്ലപോലെ കുറച്ചിട്ട് അരിയണം. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറേ ടൈം എടുക്കും ഇത് വേവായിട്ട് വരാൻ. അങ്ങനെ നമ്മൾ ചേന ഇത് അത്യാവശ്യം വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തുനിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ബാക്കിയുള്ളതോടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചേന നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കോരി എടുത്തതിന് ശേഷം ഈ എണ്ണയിൽ തന്നെ ചെറിയൊരു പരിപാടി ഇവിടെ ഉണ്ട്. സവാള, നമ്മൾ അരിഞ്ഞു വെച്ച സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയുടെ ആഡ് ചെയ്യും. നമ്മൾ അതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ശകലം ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട്. പൊടികളൊക്കെ നല്ലപോലെ മൂപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചേന ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇതിന് ശേഷം നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു
പണിയുടെ ബാക്കിയുണ്ട്. അതാണ് ഇതിന് ഒരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നേരത്തെ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. അതിന് ശേഷം ഇതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒന്ന് കരിച്ചിട്ടെടുക്കണം. ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് കളറ് മാറ്റിയിട്ടെടുക്കണം. ഒന്ന് കളറ് മാറിയിട്ട് വരും, നല്ലൊരു സ്മെല്ല് വരും. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഫ്രൈ ഒന്നുകൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കും. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. വളരെ 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 രുചികരമായൊരു ഡിഷ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടണോടൊന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്.